ഹലോ ചങ്ങാതിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കിടു ടേസ്റ്റിൽ പൊട്ടറ്റോ പൂരിയും കടലക്കറിയുമാണ് തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആലു പൂരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട്. 2 കപ്പ് ആട്ടപ്പൊടി, 1 കപ്പ് മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ തരി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പൊട്ടറ്റോ പുഴുങ്ങി നല്ലോണം പൊടിച്ചു വെച്ചത്, 2 വലിയ പൊട്ടറ്റോ പുഴുങ്ങി വേവിച്ച് ഉടച്ചതാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ ഫുള്ള് ഇതിലേക്ക് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പൊട്ടറ്റോ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കട്ട കെട്ടാണ്ട് പൊട്ടറ്റോ ഉടച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്കിതൊന്നും എന്ത് ചെയ്യണം, കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്നും കൂടിയും പൂരി പോലെ തന്നെ കുഴച്ചെടുക്കണം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കേണ്ടത്. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഓക്കെ. ഇനി ഞാനതിൽ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കുഴക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ പിന്നെ ഓയിൽ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തടവിയതിന് ശേഷം നമുക്കൊരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ആലുപൂരി റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. നമ്മൾ സാധാരണ പൂരി പൊരിക്കുന്ന പോലെ അതേ ബോൾസ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പൊടി കുഴച്ച അളവിൽ നമുക്കൊരു 30 പൂരി വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് പരത്തിയിട്ട് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പരത്തുന്നതിന് മുമ്പായിട്ട് ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് പരത്തിയെടുക്കാം. അധികം തിന്നാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഒരു മീഡിയം ലെവലായിരിക്കണം നിങ്ങൾ പരത്തിയെടുക്കേണ്ടത്. ഈ ഒരു ഷേപ്പ്. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ പൂരി അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പൂരി നല്ല ചുവന്ന നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
രണ്ട് സൈഡും പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കെടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ പൂരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെള്ളക്കടലിൻ്റെ കറി തയ്യാറാക്കാം. ചോളക്കറി എന്നാണ് ഇനി പറയുക. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു 5 മണിക്കൂർ നേരത്തെ പൊതിർത്തി വെച്ച കടലയാണിത്. ഓവർനൈറ്റ് പൊതിർത്തുന്നെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് പൊതിർത്തി വെക്കാം. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി നമുക്കൊരു 5 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 5 വിസിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ വെള്ളക്കടല നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് കറി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു കഷ്ണം പട്ട, 2 ഏലം, 4 ഗ്രാമ്പൂ, ഒരു ബൈ ലീഫ് കഷ്ണങ്ങളാക്കിയത്, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ഉള്ളി എരിഞ്ഞത് ഒന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് കുറച്ചും കൂടി വാടിക്കിട്ടാനുണ്ട്. നമ്മുടെ ഉള്ളി അങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ലോ ഫ്ലെയിമിൽ വെക്കുക. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഏത് കുക്ക് ചെയ്യുന്ന സമയത്തും ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നോർമലി പച്ചമുളക് ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി ഒരു 3/4 ടീസ്പൂണാണ് ഇടുന്നത്. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച് നമ്മളെ വെള്ളക്കടല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വരെ ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ട്രിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കടല പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് മാഷിംഗ് സ്പൂൺ വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ കടലക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ RPG ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ് ഉള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൂരിയുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റും നല്ല കോമ്പിനേഷനുള്ള കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത അടിപൊളി റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.